ആദ്യം ശ്രീ എൻ ശ്രീകുമാറിലേക്ക്. ശ്രീ ശ്രീകുമാർ, അതായത് ഇവിടെ ഒരു പ്രധാന വിഷയം മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഇതാണ്. അതായത് അത് ഈ മന്നം ജയന്തിയുടെ ക്ഷണം ലഭിച്ച ഘട്ടത്തിലേ ഉണ്ടായിരുന്നു. ചെന്നിത്തലയെ മാത്രം ക്ഷണിക്കുന്നു, രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കുന്നു എന്നൊരു വിവാദം. സ്വാഭാവികമായും ഇന്നത് കൂടുതൽ വ്യക്തത വരുത്തുന്നു. ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ വിളിക്കാനായതും ആദ്യം നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്ഘാടകനായതും അത് സാക്ഷാൽ മന്നം തന്നെ എടുത്ത തീരുമാനമാണെന്ന് തോന്നിപ്പോകുന്നു. എന്തുകൊണ്ടും യോഗ്യനാണ് ചെന്നിത്തല, NSSൻ്റെ പുത്രനാണ് ചെന്നിത്തല എന്നൊക്കെ സുകുമാരൻ നായർ പറയുന്നു. അതിന് ആ വേദിക്ക് പുറത്ത് വിട്ട് നേരത്തെ ഉയർന്ന വിവാദങ്ങളുമായി ഒക്കെ ബന്ധപ്പെടുന്ന കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. അതുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ നിരീക്ഷിക്കാമോ ശ്രീ എൻ ശ്രീകുമാർ? കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ NSS ഇടപെടാറില്ല. NSSന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ഇവിടെ കളിച്ചു വളർന്ന ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ NSSന്റെ പുത്രനായി കണക്കാക്കുന്നു. മറ്റൊരു പുത്രൻ കൂടി ഇവിടെയുണ്ട്, കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ള ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം കൊണ്ട് രമേശ് ചെന്നിത്തലയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു, അദ്ദേഹം ക്ഷണിച്ചു. അത്രേ ഉള്ളു കാര്യം. അത്രേ ഉള്ളൂ. ശ്രീ എം ജയചന്ദ്രൻ, അത്രേ ഉള്ളോ കാര്യം? ശ്രീ എം ജയചന്ദ്രൻ, അത്രേ ഉള്ളോ കാര്യം? കേട്ടില്ല, നിങ്ങൾ പറയുന്ന എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞു? അജിംഷാദെ, ചോദ്യമൊന്നോട് ആവർത്തിക്കുമോ? അതായത് ശ്രീ എൻ ശ്രീകുമാർ സാറിനോട് ഞാൻ ചോദിച്ചത്, ജി സുകുമാരൻ നായർ പറഞ്ഞ ഈ വാക്കുകൾ, നേരത്തെ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ, ചെന്നിത്തലയെ മാത്രം ക്ഷണിക്കുകയും VD സതീശനെ ഒഴിവാക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു. അത് അവിടെ മാത്രം തീരുന്നതല്ല, SNDPയും അതുപോലെ ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. അതുപോലെ ജാമിയ നൂരിയ പരിപാടിയിലും ചെന്നിത്തലയാണ് ക്ഷണിക്കുന്നത്, സതീശനെ അല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ജി സുകുമാരൻ നായർ ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ചെന്നിത്തല NSSൻ്റെ പുത്രനാണ്, ഈ എന്തുകൊണ്ടും ഈ വിവാദങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനാണ് ചെന്നിത്തല, അത് മന്നത്ത് പത്മനാഭൻ്റെ തീരുമാനമായി തോന്നുന്നു, അദ്ദേഹം തീരുമാനിച്ചതാണ്, ഇങ്ങനെയുള്ള ആസന്ന ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ തോന്നിപ്പിക്കാറുണ്ട് എന്നതുമായി കൂട്ടിക്കെട്ടിയാണ് സുകുമാരൻ നായർ അത് പറഞ്ഞത്. അപ്പോൾ ചെന്നിത്തലയെ അവിടെ സ്വീകരിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ, NSS ജനറൽ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നാണ് ശ്രീകുമാർ സാർ അതിനെ വ്യാഖ്യാനിച്ചത്. അതിന് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല എന്ന്. എനിക്കതിനോട് യോജിപ്പില്ല അജിംഷാദെ. അതിന് വലിയ അർത്ഥങ്ങളുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ UDFുമായി, രാഷ്ട്രീയമായി UDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമുദായ സംഘടനകൾ പ്രത്യേകിച്ചും ഒരു പൊതുസമ്മതനെ തേടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതാദ്യമല്ല. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം ആദ്യം വരുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ NSS മന്നം ജയന്തിക്ക് ആരെയാണ് ക്ഷണിച്ചത് എന്നതുമായി അത് ചേർത്ത് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. കഴിഞ്ഞ വർഷം തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ തലേ വർഷം 2023 ശശി തരൂരായിരുന്നു ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിന് മറ്റു ചില സമാനതകളും കൂടെ വന്നിരുന്നു. ആദ്യം 2023 നവംബറിൽ ആദ്യം ശശി തരൂരിനെ പങ്കെടുപ്പിക്കുന്നത് പാണക്കാട് ഹൈദരലി തങ്ങളുടെ പേരുള്ള ഒരു ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തിനായി പെരിന്തൽമണ്ണയിലാണ് പങ്കെടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചങ്ങനാശ്ശേരിയിലെ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു യോജന സംഗമത്തിൽ അതിൽ മുഖ്യ പ്രഭാഷണത്തിന് ശശി തരൂരിനെ കൊണ്ടുവരുന്നു. അപ്പോൾ മുസ്ലിം സമുദായ പ്രാതിനിധ്യമായി, അത് കഴിഞ്ഞ് ക്രൈസ്തവ പ്രാതിനിധ്യമായി, അത് കഴിഞ്ഞ് 2023 ജനുവരി 2 മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശശി തരൂർ. അപ്പോൾ മൂന്നാമത് NSSന്റെ പ്രാതിനിധ്യവുമായി. അപ്പൊ ആ തരത്തിൽ അന്ന് തന്നെ ചർച്ചകൾ നടന്നിരുന്നതാണ്. പക്ഷെ പിന്നീട് ശശി തരൂരുമായിട്ടുള്ള അസോസിയേഷൻ, ആ ഒരു ടൈപ്പ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു ബന്ധം പിന്നീട് അങ്ങോട്ട് നീണ്ടുപോയതായിട്ട് നമ്മൾ കാണുന്നില്ല. രാഷ്ട്രീയ കേരളത്തിൽ അത്തരം ഒരു
പിന്നെ ഈ മമതാ ബന്ധം ആ നിലയ്ക്ക് മുമ്പോട്ട് പോയിട്ടില്ല. അതേസമയം ശശി തരൂരിനെ പണ്ട് താൻ ഡൽഹി നായർ എന്ന് വിളിച്ചത് തെറ്റായി പോയി. അത് എനിക്ക് ഒരു അബദ്ധം സംഭവിച്ചാണ്, തെറ്റുപറ്റിയതാണെന്ന് തന്നെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എന്ന് പറയുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ആ തരത്തിൽ പാച്ചപ്പ് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ പിന്നീട് അതങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് കാണുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്ലോ ഡൗൺ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്ന ഘട്ടമാണ് അതൊക്കെ. അദ്ദേഹം പൊതുരംഗത്തു നിന്ന് നിഷ്ക്രമിച്ചിട്ടില്ല. എന്നാൽ പിന്നെ UDFന്റെ പ്രധാനപ്പെട്ട ഒരു ക്രൗഡ് പുള്ളറായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ആ തരത്തിലുള്ള ഒരു എൻഗേജ്മെന്റ് കിട്ടാത്ത അല്ലെങ്കിൽ കൊടുക്കാത്തൊരു കാലമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പിന്നെ മരണത്തോട് അടുത്ത് അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളൊക്കെ. അപ്പൊ അതുണ്ട്. അപ്പോൾ കോൺഗ്രസിന് വേണ്ടത് ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരു പുതിയ നേതാവിനെയാണ് വേണ്ടത്, ഒരു നേതൃബിംബത്തെയാണ് വേണ്ടത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂരിനെ കൊണ്ടുവരുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് NSS മാത്രമല്ല, പിന്നെ ക്രൈസ്തവ മുസ്ലിം സമുദായ നേതൃത്വങ്ങളും അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഈഴവ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള താല്പര്യമല്ല UDF വെച്ച് പുലർത്താറുള്ളത്. അവർക്കുള്ള ആ വോട്ട് ഷെയർ അവിടെ കൃത്യമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇടപെട്ടിട്ട് കാര്യമില്ല എന്നുള്ളൊരു പരിഗണന അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേറെയുമുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയോടുള്ള വെള്ളാപ്പള്ളിക്ക് പണ്ട് മുതൽ 2015 മുതലുള്ള ഒരു എതിർപ്പും അതൃപ്തിയൊക്കെ വേറെ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. VD സതീശനുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അതേസമയം ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ നല്ല ബന്ധത്തിലുമാണ് വെള്ളാപ്പള്ളി നടേശൻ അന്നും ഇന്നും. അപ്പോ ഈ സമുദായങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നായർ, ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളുമായിട്ടുള്ള പുതിയൊരു നേതൃബിംബം. പക്ഷേ അത് പിന്നീട് ക്ലച്ച് പിടിക്കുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ല. അപ്പൊ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടമാണ് ഈ വർഷവും അടുത്ത വർഷവും ഉള്ളത്. ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അടുത്ത വർഷം പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും. അപ്പോഴേക്ക് നന്നായിട്ടൊന്ന് അരങ്ങൊരുക്കണമെങ്കിൽ അതിനുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ഞാൻ ഈ പറഞ്ഞതുപോലുള്ളൊരു നേതൃബിംബം, റിയൽ ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് എല്ലാവർക്കും സുസമ്മതനാവുന്ന ഒരാൾ വേണമല്ലോ. അപ്പൊ അങ്ങനെ കോൺഗ്രസിനെ നയിക്കേണ്ടത് VD സതീശനല്ല ചെന്നിത്തലയാണെന്നാണ് NSSന്റെ അഭിപ്രായം. അതാണ് ഈ ക്ഷണത്തിലൂടെയും ഇന്നത്തെ പരിപാടിയിലൂടെയും ബോധ്യമായത് എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നതിന്റെ ആകത്തുക, ശ്രീ M. ജയചന്ദ്രൻ? അല്ല, അങ്ങനെയല്ല. ഞാൻ പറയുന്നത് അവരുടെ അന്വേഷണത്തിലാണ്. അത് ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗം സുകുമാരൻ നായർ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. മന്നം ജയന്തിയിൽ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. NSSന്റെ ഒരു പുത്രനാണ്. സംഘടനയിലെ ഒരാൾ എന്നുള്ളതിൽ ഒരു തരത്തിൽ ജന്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതല്ലെന്ന് പറയാൻ ഒക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്.